ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പം നാളെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ നാളെ വൈകിട്ട് 7 മണിക്ക് പുറത്തിറങ്ങുകയാണ്. വളരെ ചെറിയൊരു സിനിമയാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. നമുക്കറിയാം, ഗൗതം വാസുദേവ് മേനോനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലെ 2 സിനിമകൾ മമ്മൂക്കയുടെ വരാൻ പോകുന്ന 2 സിനിമകളും വളരെ ചിലവ് കുറഞ്ഞ ദിവസം കൊണ്ട്, വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്. രണ്ടാമത്തെ സിനിമ മറ്റേ വിനായകനും മമ്മൂക്കയും ചേർന്ന് അഭിനയിക്കുന്ന സിനിമ, അതും വളരെ ചെറിയ സിനിമയാണ്. അപ്പോൾ ഈ 2 സിനിമ ഈ സിനിമയുടെ ടീസർ നാളെ രാത്രി 7 മണിക്ക് റിലീസ് ചെയ്യാണ്. അപ്പോൾ മമ്മൂക്കയുടേതായ 3 സിനിമകൾ അണിയറയിലുണ്ട്. ഈ ഞാൻ പറഞ്ഞ 2 സിനിമകൾ കൂടാതെ മറ്റേ ബസൂക്ക, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, പിന്നെ വിനായകനുമൊത്തുള്ള സിനിമ, അങ്ങനെ 3 സിനിമകൾ റിലീസിങ്ങിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ള ബസൂക്കൊക്കെ എന്തായാലും മാർച്ച് ഏപ്രിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ. ഡൊമിനിക്കാണ് ചിലപ്പം ഈ 2025 ആദ്യം ഇറങ്ങാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സിനിമ മമ്മൂക്കയാണ് നായകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പം മമ്മൂക്കൊന്നല്ല നായകൻ, മോഹൻലാൽ നായകനാണെന്ന് പറയുന്നുണ്ട്. 2 പേർക്ക് തുല്യ പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടിയുള്ള സിനിമയായി. ഇപ്പോൾ 2020 എന്ന് പറഞ്ഞ സിനിമയുടെ അവസ്ഥയിലേക്കാണ് പോക്ക്. മോഹൻലാൽ ക്യാമിയോ റോളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്യാമിയോ ഗീമിയോ എന്നല്ല, ഇനി നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2020 മമ്മൂട്ടി ഫാൻസിന് അടി കിട്ടിയതാണ്. 2020 എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂട്ടി സിനിമയായിരുന്നു. മമ്മൂക്കേനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മമ്മൂക്കയുടെ നടുവിൽ പോസ്റ്റൊക്കെ വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ആ സിനിമയിൽ സ്കോർ ചെയ്തത് ശരിക്കും പറയാൻ വെച്ചാൽ മോഹൻലാലായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ മമ്മൂക്കയ്ക്ക് അറിയാമായിരുന്നു സ്കോർ ചെയ്യുന്ന സംഭവങ്ങളുണ്ടെന്നും മമ്മൂക്ക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. മമ്മൂക്ക ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മോഹൻലാൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ അന്നത്തെക്കാളും ആഘാതം ഇന്നാണ് ഉണ്ടാവുക. കാരണം അന്നത്തെക്കാളും ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇപ്പോഴാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ശക്തമല്ല. അതൊന്നും ഇല്ലാതിരിക്കട്ടെ, എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള റോളാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്തായാലും ഗംഭീര സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ പുതിയ സിനിമയുടെ ടീസർ പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ്. ഒരു വെറൈറ്റി സിനിമയാണ്, കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നല്ലൊരു സിനിമയ്ക്കായി കാതോർത്തുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു.